ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ടെറസിന് മുകളിലാട്ടോ. ഇപ്പോൾ നല്ല വെയിലായി. ഞാനിപ്പോൾ നനയ്ക്കാനായിട്ട് വന്നതാണ്. നമുക്കിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം നനയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ചീര ഞാൻ 2 ദിവസമായി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് നിറയെ പൂവായി. ഒന്നാമത് നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ളതിനൊക്കെ ചിലവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടിച്ചതാണ്. പിന്നെ അതിപ്പോൾ നിറയെ പൂവായിപ്പോയി. എന്നാലും അത് കളയണ്ടെന്ന് വിചാരിച്ച് ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 10 മണികളിലൊക്കെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ കയറി വരൽ കുറവാണ്. ഞാൻ ഒന്നുകിൽ വൈകുന്നേരം അല്ലെങ്കിൽ വെളുപ്പിനൊക്കെയാണ് വരാറ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് ശരിക്കും പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഈ പൂക്കൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ചെടികളെ നനയ്ക്കലൊരു നല്ലൊരു ചടങ്ങായിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാ ദിവസവും പൈപ്പിൽ വെള്ളവും വന്നില്ല. വെള്ളം വരുമ്പോഴാണെങ്കിൽ നമുക്കാണെങ്കിൽ രാവിലെ തന്നെ ഒന്നിങ്ങനെ നനയ്ക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം നനയ്ക്കണം. വൈകുന്നേരം ഇപ്പോൾ അടുക്കളയിൽ നല്ല ജോലി തിരക്കുള്ള സമയമായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ രാവിലെ തന്നെയാണ്. രാവിലെ ഒരു 8 മണിയാവാതെ മുകളിലേക്ക് വരാൻ പറ്റില്ല. നമ്മൾ രാവിലെ കുറച്ച് സമയം കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിടന്നിട്ടാണ് പിന്നെ എണീറ്റ് വന്നത്. അപ്പോൾ അപ്പോഴത്തേനും നേരം നന്നായിട്ട് വെളുത്ത് നല്ല വെയിലുമായിട്ടുണ്ടാവും. പിന്നെ നനയ്ക്കാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വെയിൽ കൊണ്ടിട്ടായാലും നനയ്ക്കും കേട്ടോ. അങ്ങനെ ചീരയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ട് ഇപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് പിന്നെ അടുക്കളയിൽ വന്നത്. ഇപ്പോൾ രാവിലെ കുക്കിംഗ് ഒന്നുമില്ല. രാവിലെ നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ കഴിച്ചിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. വൈകുന്നേരമാണ് കുക്കിങ്ങൊക്കെ. അപ്പോൾ ഇന്ന് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തണ്ണിമത്തങ്ങ ഉണ്ടായി, അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് കുറച്ച് കസ്കസ് എടുത്ത് കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതാട്ടോ. പിന്നെ ഇത് പാല് ഞാൻ തിളപ്പിച്ചിട്ട് അത് തണുത്തപ്പോൾ പാത്രത്തിലൊഴിച്ച് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തതാണ്. നാടൻ പാലാണ്. അപ്പോൾ തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചത്. പിന്നെ ഈ പാല് ഇങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ ഈ പാലും പഞ്ചസാരയും മാത്രം അടിച്ചെടുക്കുക. പിന്നെ തണ്ണിമത്തൻ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഈ പാല് പഞ്ചസാര കൂട്ടി അടിച്ചില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഈ കസ്കസ് വെള്ളത്തിലിട്ട് വന്നത് ഇതിപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും. അത് ഇതിനകത്തേക്ക് ഒന്നായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ നേരത്ത് ഗ്ലാസ്സിലേക്കാണ് ഒഴിക്കണത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബാങ്ക് കേൾക്കാൻ നേരമായപ്പോഴത്തേനും അത് ഞാൻ ഗ്ലാസ്സിലാക്കുകയാണ്. അപ്പോൾ അടിയിൽ ഗ്ലാസ് ഇതുപോലെ 2 സ്പൂൺ തണ്ണിമത്തൻ്റെ മിക്സ് ഒഴിച്ചിട്ട് അതിന് മുകളിൽ 2 സ്പൂൺ ചെറിയ സ്പൂണിൽ കസ്കസ് വെള്ളത്തിലിട്ടില്ലേ അത് ഇട്ടു. വീണ്ടും തണ്ണിമത്തൻ്റെ മിക്സ് ഒഴിച്ചു. വീണ്ടും കസ്കസ് ഇട്ടു. അങ്ങനെയായിട്ട് സെർവ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം നമ്മുടെ വയറും നിറയും, ദാഹവും മാറും, നോമ്പിൻ്റെ ക്ഷീണവും മാറി കിട്ടും കേട്ടോ. നല്ലൊരു ഡ്രിങ്കാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ ഞാനത് ബാക്കി ഗ്ലാസ്സുകളിലും കൂടി സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ. ഇതിപ്പോൾ നോമ്പിൽ മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ നല്ല വെയിലാണല്ലോ, ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. നല്ലൊരു റിഫ്രഷിംഗ് ആണ് ഇത് കഴിച്ച് കഴിയുമ്പോൾ. പിന്നെ മോനാണെങ്കിൽ കടയിൽ പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവന് പരിപ്പ് വട കണ്ടപ്പോൾ കഴിക്കണം എന്ന് തോന്നിയിട്ട് അവൻ പരിപ്പ് വടയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പം നമുക്കിങ്ങനെ പകൽ കാണുമ്പോൾ അതൊക്കെ അങ്ങനെ കഴിക്കാമെന്നൊക്കെ തോന്നും. ഇത് കഴിക്കേണ്ട സമയമാകുമ്പോൾ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പത്തിരി ഞാൻ വാങ്ങാട്ടോ ചെയ്തത്. ഇവിടെ മുട്ടിന് പത്തിരി കടകളുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പല്ലേ, കുറേ സമയം അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വേർത്തുരുകി ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ടയേർഡാവും. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെച്ചപ്പോൾ എന്തായാലും പത്തിരി വാങ്ങുകയാണ് ചെയ്തത്. പിന്നെ രാവിലെ പൊട്ടിച്ചുകൊണ്ട് വന്ന ചീരയില്ലേ അത് തോരനാക്കി അതും വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പത്തിരിയൊക്കെ സെർവ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. പത്തിരി, ചിക്കൻ, ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചായ ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഞാനിപ്പോൾ അടുക്കളയിലാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.